നമ്മുടെ സംസ്ഥാന സർക്കാർ 2026 ഒരു എഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത് ദേവസ്വം ബോർഡ് വഴി ശബരിമല സംസ്കാരം, ശബരിമലയുടെ റിച്വൽസ് തീരുമാനിക്കേണ്ടത് തന്ത്രിയാണ്. അതില് മറ്റാർക്കും ഒരു റോൾ ഇല്ല എന്ന് അവര് ഇന്ന് സമ്മതിക്കുന്നു. 2018 മുതൽ 2021 വരെ മൗനം പാലിച്ച ഒരു കോൺഗ്രസ് പാർട്ടി, CPM-ന്റെ നിലപാടിന് പിന്തുണ കൊടുത്ത കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. ഇന്ന് ആ കോൺഗ്രസ് പാർട്ടി ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് ഒരു ഇരട്ടത്താപ്പ് മാത്രമല്ല, ജനങ്ങളെ വിഡ്ഢിയായി കാണുന്ന ഒരു രാഷ്ട്രീയമാണെന്ന് ഞാൻ ഏറെ ബഹുമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും നമുക്കറിയാം, ശബരിമല കേസ് 9 ജഡ്ജിന്റെ ബെഞ്ച് ഇന്ന് ആ ഹിയറിംഗ് തുടരുന്നു. അതിൽ നമ്മൾ സോളിസിറ്റർ ജനറൽ ഒരു എഫിഡവിറ്റ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു അവസരമാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും 2018 മുതൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിപ്പിക്കാൻ ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ 2026 ഒരു എഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത് ദേവസ്വം ബോർഡ് വഴി ശബരിമല സംസ്കാരം, ശബരിമലയുടെ റിച്വൽസ് തീരുമാനിക്കേണ്ടത് തന്ത്രിയാണ്. അതില് മറ്റാർക്കും ഒരു റോൾ ഇല്ല എന്ന് അവര് ഇന്ന് സമ്മതിക്കുന്നു. പക്ഷേ 8 കൊല്ലം മുമ്പ് ആയിരക്കണക്കിന് ജനങ്ങളെ ജയിലിൽ അയക്കുന്നതും 3000-ന് മേലെ ജനങ്ങളുടെ എതിരെ കേസ് ഫയൽ ചെയ്തത് ഇതേ സർക്കാരായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അന്ന് ഈ ബുദ്ധി അവർക്ക് ഉണ്ടായിരുന്നില്ല? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു യു ടേൺ CPM ചെയ്യുന്നത് എന്നൊരു ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ഇലക്ഷന്റെ മുമ്പ് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ശബരിമല വിശ്വാസികൾ ചോദിക്കേണ്ട ചോദ്യമാണ്. സാധാരണ മലയാളികൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇന്നും കേസ് പിൻവലിച്ചിട്ടില്ല, ഇന്നും കേസ് തുടരുന്നു. നമ്മുടെ ഏറെ ബഹുമാനനായ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കം എത്രയോ പേരെതിരെ കേസ് ഇന്നും പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ശബരിമല ഇഷ്യൂവിന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടി 2018 മുതൽ 2020 വരെ അവരുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമ്മളെല്ലാവരും മറക്കരുത്, ഓർക്കണം. ഈ കോൺഗ്രസ് പാർട്ടി 2018 മുതൽ 2021 വരെ മൗനം പാലിച്ച ഒരു കോൺഗ്രസ് പാർട്ടി, CPM-ന്റെ നിലപാടിന് പിന്തുണ കൊടുത്ത കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. പിന്നെ തന്ത്രീനെ ജയിൽ അയക്കണം, BJP സംസ്ഥാന പ്രസിഡന്റായ ശ്രീധരൻപിള്ളയെ ജയിൽ അയക്കണം എന്ന് പറഞ്ഞ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി 2018 മുതൽ 2020. ഇന്ന് ആ കോൺഗ്രസ് പാർട്ടി ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് ഒരു ഇരട്ടത്താപ്പ് മാത്രമല്ല, ജനങ്ങളെ വിഡ്ഢിയായി കാണുന്ന ഒരു രാഷ്ട്രീയമാണെന്ന് ഞാൻ ഏറെ ബഹുമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശബരിമല വിശ്വാസിയോ ശബരിമല സംസ്കാരമോ ശബരിമലയിൽ നടന്ന കൊള്ളക്കാര് ഇതിനെല്ലാം സംരക്ഷിക്കാനും, കൊള്ളക്കാരെ സംരക്ഷിക്കാനല്ല വിശ്വാസികളെ സംരക്ഷിക്കാനും, കൊള്ളക്കാരെ ജയിൽ അയക്കാൻ, കൊള്ളക്കാരെ എക്സ്പോസ് ചെയ്യാൻ ഒരു ഒറ്റ പാർട്ടിയാണ് 2018 മുതൽ 2026 വരെ ഒരേ കൺസിസ്റ്റന്റ് ആയ ഒരു നിലപാടെടുക്കുന്ന ഒരു പാർട്ടി, അതാണ് BJP NDA. അപ്പോ ഇന്ന് ഈ ഹിയറിംഗ് തുടരുമ്പോൾ ശബരിമലയെ വിശ്വാസിയെ ഉപദ്രവിച്ചത് ആരായിരുന്നു? CPM ഉപദ്രവിക്കുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് എല്ലാ മലയാളി
വോട്ട് ചെയ്യുമ്പോൾ ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമാണ്, ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ ഇന്നും പറയുന്നു, ഞങ്ങൾ ക്ലിഫ് ഹൗസിന് മുമ്പ് ആ സമരം ചെയ്തപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ച് അഭ്യർത്ഥിച്ചു, ഇന്നും നിങ്ങൾക്കൊരു അവസരമുണ്ട്. നിങ്ങൾ ഈ യു ടേൺ ചെയ്യുമ്പോൾ, അയ്യപ്പ സംഗമം നടപ്പിലാക്കുമ്പോൾ ഇന്നും നിങ്ങൾക്ക് അന്ന് ചെയ്ത തെറ്റ് പരിഹരിക്കാൻ ഒരു അവസരമുണ്ട്. ഈ കേസ് പിൻവലിക്കണം. 3000 കൂടുതൽ കേസ് നിങ്ങളാണ് ഫയൽ ചെയ്തത്, നിങ്ങളുടെ സർക്കാരാണ് ഫയൽ ചെയ്തത്. ഇന്ന് പിൻവലിക്കണം. പിന്നെ നിങ്ങളുടെ ഈ യു ടേൺ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് 8 കൊല്ലം എടുത്തു നിങ്ങൾക്ക് ഈ ബുദ്ധി വരാനും? പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയോട് ചോദ്യം, നിങ്ങൾക്ക് എന്താണ് ഈ നിങ്ങളുടെ യു ടേൺ കാരണം എന്താണ്? നിങ്ങളൊന്ന് കൃത്യമായി പറയണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.